മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കാൽവറി മലമേൽ കാണുന്ന അൻപിൻ സ്വരൂപനാം യേശുവേ, നിൻ മരണം കൊണ്ടെൻ്റെ പാപ ബന്ധനം നീ നീക്കിയല്ലോ. നിൻ മരണം കൊണ്ടെൻ്റെ പാപ ബന്ധനം നീ നീക്കിയല്ലോ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ TG മാത്യു കോന്നി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രമിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ 48 എപ്പിസോഡുകളിലായി വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 7 സഭകളെക്കുറിച്ചുള്ള, ആസിയയിലെ 7 സഭകളെക്കുറിച്ചുള്ള ദൂതിൽ 6 സഭകളെക്കുറിച്ച് കഴിഞ്ഞ 48 എപ്പിസോഡുകളിലായിട്ട് നമുക്ക് വിചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് 7ാമത്തെ സഭയായ ലവോദിക്യ സഭയെക്കുറിച്ചുള്ള പഠനത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ആ വേദഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ലവോദിക്യ നഗരത്തെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേദഭാഗത്തേക്ക് കടക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. BC 3-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അന്ത്യോക്യസ് രണ്ടാമൻ തൻ്റെ ഭാര്യയായ ലവോഡീഷ്യസിൻ്റെ പേരിൽ സ്ഥാപിച്ചതാണ് ലവോദിക്യ നഗരം. റോമൻ ഭരണകാലത്ത് ലവോദിക്യ സമ്പൽ സമൃദ്ധമായിരുന്ന ഒരു പട്ടണമായിരുന്നു. എന്നാൽ AD 60 ഒരു വലിയ ഭൂകമ്പം ഉണ്ടാവുകയും ഈ നഗരം പൂർണ്ണമായി നശിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ ബാഹ്യ സഹായം കൂടാതെ വീണ്ടും ഈ പട്ടണം പണിയുകയും സാമ്പത്തികമായി ഉന്നതിയിൽ എത്തുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ആ വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ലവോദിക്യ സഭയ്ക്കുള്ള ദൂത്. ആസിയയിലെ 7 സഭകളിൽ ഒടുവിലത്തെ സഭയാണ് ലവോദിക്യ സഭ എന്ന് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ലവോദിക്യ എന്ന വാക്കിൻ്റെ അർത്ഥം ജനത്താൽ ഭരിക്കപ്പെടുന്നു അഥവാ ജനം ന്യായം വിധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസിന് ഈ ലവോദിക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ച് അറിവുള്ളവനായിരുന്നു എന്ന് ചില വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ആ നിലയിലുള്ള ചില പരാമർശങ്ങൾ കൊലോസി ലേഖനത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. കൊലോസി ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നത്, നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും വേണ്ടി എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്നുള്ള ആശയത്തിലാണ് ആ വേദഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ലവോദിക്കക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 4:15 ലവോദിക്കയിലെ സഹോദരന്മാർക്ക് വന്ദനം ചെല്ലുന്നു എന്ന് കാണുവാൻ കഴിയും. 4:16 നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ച ശേഷം, അതായത് കൊലോസ്യയിൽ ഈ ലേഖനം വായിച്ച ശേഷം ലവോദിക്യ സഭയിൽ കൂടെ വായിക്കുകയും ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവിൻ എന്ന് പൗലോസ് കൊലോസി ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പൗലോസ് ഈ ലവോദിക്യ സഭയിൽ എപ്പോഴെങ്കിലും സന്ദർശിച്ചതായിട്ട് യാതൊരു തെളിവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തായാലും പ്രസ്തുത സഭകൾക്ക് ഒരു ദീർഘമായ ചരിത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനിയും നാം ആ വേദഭാഗത്തേക്ക് കടക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. 14-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. 3:14 ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി
ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. മുൻ സഭകളിൽ കണ്ടതുപോലെ സഭാകാന്തനായ കർത്താവ് ആണ് ദൂത് കൊടുക്കുന്നത്. യോഹന്നാൻ അത് എഴുതി സഭയുടെ ദൂതന് അഥവാ നേതൃത്വത്തിന് നൽകുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. മുൻ സഭകളെക്കുറിച്ച് നാം ചിന്തിച്ചതുപോലെ ഓരോ സഭകളോടും കർത്താവ് ദൂത് കൊടുക്കുമ്പോൾ ആ സഭകളുടെ അവസ്ഥ മനസ്സിലാക്കിയ കർത്താവ് അതിനനുസരിച്ചാണ് തന്നെ വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് ആ സഭകളുടെ പ്രാരംഭ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ലവോദിക്ക സഭയെക്കുറിച്ച് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ദൂത് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് കർത്താവ് സഭയ്ക്ക് തന്നെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏത് നിലയിലാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ആ വാക്യത്തിൽ കൂടെ നാം കാണുന്നത്. അവിടെ നാം വായിച്ചത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. ആമേൻ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ ഔദ്യോഗിക നാമമായി ആമേൻ പ്രയോഗിച്ചിരിക്കുന്നതായിട്ടാണ് ആ വേദഭാഗത്തു നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിശ്വസ്തൻ, സത്യവാൻ, ദൈവസൃഷ്ടിയുടെ ആരംഭം, ഈ പ്രസ്താവന നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ആമേൻ എന്ന വാക്കിൻ്റെ ശരിയായ എബ്രായ അർത്ഥം സത്യദൈവം എന്നാണ്. ആമേൻ്റെ സത്യദൈവം എന്നാണ് അതിൻ്റെ ശരിയായ എബ്രായ വിവർത്തനം എന്ന് വേദപഠിതാക്കളുടെ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിച്ചു. ആ അർത്ഥത്തിൽ കർത്താവ് തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവോടെ പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുക്രിസ്തു തന്നെത്താൻ ഞാൻ ആകുന്നു, ഞാൻ സത്യമാകുന്നു, സത്യവാൻ എന്ന ആമേൻ ഞാനാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആമേൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവത്തെ കുറിച്ചാണ് എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഈ പദം പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 65:16 നമ്മൾ അവിടെ ആ വാക്യത്തിൻ്റെ ആ 2-ാം ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്, ഒന്ന്, സത്യദൈവത്താൽ ആണ് അനുഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സത്യദൈവത്തിൻ്റെ പേരിൽ ആണ് അനുഗ്രഹിക്കുന്നത്. പിന്നീട് സത്യം ചെയ്യുന്നത് സത്യദൈവത്തെ ചൊല്ലിയാണ് എന്നുള്ളതാണ് ആ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ സത്യദൈവം എന്നുള്ളതിൻ്റെ അർത്ഥം ആമേൻ എന്ന വാക്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആമേൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥത്തിൽ നാം മനസ്സിലാക്കുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പിതാവായ ദൈവത്തെക്കുറിച്ചും ആ നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് നാം ഇതുവരെയും ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോൾ നമുക്കറിയാം, സങ്കീർത്തനം 31:5 വിശ്വസ്ത ദൈവം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്
വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായ ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ എന്നാണ്. അപ്പോൾ യോഹന്നാൻ 5:20 പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും സത്യദൈവം എന്ന് കാണുന്നു. അപ്പോൾ വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശുക്രിസ്തു തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ആവർത്തിച്ച് പറയുകയാണ്, സത്യമായിട്ടും സത്യമായിട്ടും. ഇവിടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സത്യ ദൈവം എന്നുള്ള നിലയിലാണ്. ആ നിലയിൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും. എന്നാൽ തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവസഭയ്ക്ക് തന്നെ വെളിപ്പെടുത്തുകയാണ്. ആ ദൈവസഭയുടെ സ്വഭാവം ഏത് നിലയിലാണോ ആ നിലയിൽ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൂത് ആരംഭിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർത്തുപാടി സ്തുതിക്കുന്നേ നാഥനെ നിൻ സ്നേഹത്തെ, ഓർത്തുപാടി സ്തുതിക്കുന്നേ നാഥനെ നിൻ സ്നേഹത്തെ, നിൻ കൃപകളോർത്തെന്നും വാഴ്ത്തി